നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിന് നേരിടേണ്ടി വന്ന പരിഹാസം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 35 മുതൽ 38 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്നവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. പരിഹസിക്കുക എന്നുള്ളത് മാനസിക പീഡനമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ ആ വിസ്താര സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം അവർ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും തലയിൽ മുൾമുടി വയ്ക്കുകയും മുഖത്തുനിന്ന് രോമങ്ങൾ പിഴുതെടുക്കുകയും കന്നത്തടിക്കുകയും തുപ്പുകയും എല്ലാം ചെയ്തു. ശാരീരികമായി യേശുവിനെ അവർ കൈകാര്യം ചെയ്തു. പിന്നീട് ഭാരമേറിയ കുരിശ് ചുവപ്പിച്ചാണ് ഈ ഗോൽഗൊത്ത മലയുടെ മുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വന്ന സമയം മുതൽ അവർ യേശുവിനെ പരിഹസിക്കുകയാണ്. അത് എല്ലാ തരത്തിലുമുള്ള ആളുകൾ പരിഹസിക്കുകയാണ്. പ്രധാനികൾ പരിഹസിച്ചത് നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുവല്ലോ, നീ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എന്ന് പറഞ്ഞുവല്ലോ, അത്ര വലിയ ആളാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ പടയാളികൾ യേശുവിന് പുളിച്ച വീഞ്ഞ് കാണിച്ചിട്ട് പറയുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാം. അതായത് പെരുവഴിയിലൂടെ കടന്നു പോകുന്നവർ പോലും യേശുവിനെ പരിഹസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം മാനസികമായ പീഡയാണ്. നമ്മുടെ കർത്താവ് ശാരീരികമായ പീഡ മാത്രമല്ല, മാനസികമായ പീഡയും ഏൽക്കാൻ തയ്യാറായി. അതെല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ആദാമിൻ്റെ പാപനിമിത്തം നമുക്ക് ശാരീരികമായ ശിക്ഷയുണ്ടായി, മാനസികമായ ശിക്ഷയുമുണ്ടായി. അപ്പോൾ ആ ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ഭൂമിയെ ശപിച്ചപ്പോൾ മനുഷ്യന് ശാരീരികമായ ക്ലേശങ്ങളുണ്ടായി. ദൈവം പറഞ്ഞത്, നീ മുഖത്തെ വിയർപ്പോടെ ഭക്ഷണം കഴിക്കാനിടയാകും, ഭൂമി നിനക്ക് വിളവ് തരികയില്ല, ഭൂമി അതായത് വളക്കൂറില്ലാത്തതായിട്ട് തീരാനിടയാകും, അതുകൊണ്ട് വലിയ അധ്വാനം കാർഷിക രംഗത്ത് ഉണ്ടാകും, അങ്ങനെ കഷ്ടപ്പാടും വിയർപ്പും ഉണ്ടാകും. അങ്ങനെ ദൈവം ശപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. സ്ത്രീയോട് ദൈവം പറഞ്ഞത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കാനിടയാകും. അപ്പോൾ ഇതൊക്കെ ശാരീരികവും മാനസികവുമാണ്. മനുഷ്യൻ ശാരീരികമായി ക്ലേശം അനുഭവിക്കണം, മനുഷ്യൻ മാനസികമായും ദുഃഖിക്കാൻ, വിലപിക്കാൻ, കരയാൻ, വിഷമിക്കാൻ ഇടയായിത്തീരണം. ആത്മരക്ഷ എന്ന് പറയുന്നത് അത് ഒന്നാമത് മനസ്സിന് ധൈര്യവും സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. രണ്ടാമത് ശരീരത്തിനും അത് സൗഖ്യം നൽകുന്നതാണ്, ക്ഷേമം നൽകുന്നതാണ്. മൂന്നാമത് ഈ ലോകത്തിന് ശാപമോക്ഷം ഉണ്ടാകും, അത് ദൈവരാജ്യത്തിലാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ യേശു കുരിശിൽ നമ്മുടെ ശാരീരിക വേദനയും നമ്മുടെ മാനസിക വേദനയും അനുഭവിച്ചതിനാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാവർക്കും മാനസികമായി ഭയങ്കര ധൈര്യവും ഭയങ്കര പ്രത്യാശയും ഉണ്ടാകുന്നു. അവരുടെ ഭയം മാറുന്നു, നിരാശ മാറുന്നു. രണ്ടാമത് ശാരീരികമായി അവർ സുരക്ഷിതരാകുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നോർത്തൊന്നും വിചാരപ്പെടരുത്. ഇവയൊക്കെ ലോകജാതികളാണ് ചിന്തിക്കുന്നത്, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അത് ശാരീരികമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ക്ഷേമം തത്സമയത്ത് നൽകാൻ നമ്മുടെ പിതാവായ ദൈവം തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാരീരിക ക്ഷേമവും മാനസിക ക്ഷേമവും നൽകാൻ നമ്മുടെ കർത്താവ് കുരിശിൽ ശാരീരികമായി പീഡിപ്പിക്കുക മാത്രമല്ല, മാനസികമായി പരിഹസിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വളരെ സന്തോഷത്തോടെ യേശു അത് സഹിക്കുകയാണ്. കാരണം നമ്മൾ രക്ഷിക്കപ്പെടണം,
മനുഷ്യന്റെ ശാപം മാറണം, തന്നെ വിശ്വസിക്കുന്ന ആളുകൾ അനുഗ്രഹീതരാകണം എന്ന് മാത്രം യേശു ചിന്തിച്ച് സന്തോഷത്തോടെ സകല വേദനയും യാതനയും അനുഭവിക്കാൻ തയ്യാറായ നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.